ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. എന്താണ് സുനില എവിടേക്കാണ് പോകണമെന്നൊക്കെ വിചാരിക്കില്ല. 27-ാം തീയതി ഇവിടെ എമ്പുരാൻ്റെ റിലീസായിരുന്നു കേട്ടോ. 27-ാം തീയതി രാത്രിക്കലത്തെ വീഡിയോ ആണിത്. പക്ഷേ എനിക്ക് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഇന്നാണ് സമയം കിട്ടിയത്. സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ലേ, ചുമ പിടിച്ചിട്ട് സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം. പക്ഷേ ഇനി ലേറ്റായാൽ ശരിയാവില്ല എന്ന് തോന്നി. അത് കാരണം ഇട്ടു എന്നുള്ള. ഇത്ര അടിപൊളി പടം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. പിന്നെ എന്താ പറയുക, ശരിക്കും യുദ്ധഭൂമിയിലായിരുന്നു എന്ന് തോന്നും. ഞാനും രാകേഷേട്ടനും മക്കളും കൂടിയിട്ടാണ് പോയതിട്ടാണ്. നമ്മളെ യുദ്ധത്തിന് എന്താ പറയുക, ടി വിയിലൊന്നും കാണാത്ത മെഷീനുകൾ, പല പല മെഷീനുകളൊക്കെ കാണുന്നത് ശരിക്കും നമ്മളൊരു യുദ്ധഭൂമിയിൽ ഇരിക്കുന്ന പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരുടെയും അഭിനയം സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ മഞ്ജു വാര്യർക്ക് ഈ സിനിമയിൽ മുടി ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്ത കാരണം എന്താണെന്നറിയില്ല, കുറച്ചൊരു ഏജ് ഓവറായിട്ട് തോന്നുന്നു. മഞ്ജു വാര്യരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറിൽ. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഒരു തോന്നിയിട്ട്, അതൊരു കുറ്റമായിട്ട് പറയല്ല അങ്ങനെ. അപ്പോൾ അത് കാരണം ഒരു വിഷമം തോന്നി. മഞ്ജു വാര്യരൊക്കെ യങ് അങ്ങനെയല്ല, എന്നേക്കാളൊക്കെ മൂത്തതാണെങ്കിൽ എന്നേക്കാളൊക്കെ ചെറുപ്പക്കാരത്തിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കൊരു അങ്ങനെ ഒരു തോന്നിയെന്ന് മാത്രമുണ്ട്. പക്ഷേ എല്ലാം പറയണമല്ല, ഇത്ര അടിപൊളി പടം എൻ്റെ മക്കളിനി ഞങ്ങൾ 2-3 വട്ടം കൂടി പോയി കാണുമെന്നിട്ടായിരിക്കും കേട്ടോ. എൻ്റെ രാകേഷേട്ടന് ഫൈറ്റിങ്ങിൻ്റെ പടങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമുള്ളതല്ല. പക്ഷേ രാകേഷേട്ടനും ഇഷ്ടമായി. അങ്ങനെ ഇതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല. ഒരു വീഡിയോയിൽ കണ്ടു, ഒരാൾ മോഹൻലാലിൻ്റെ ഫാനാണ്, മോഹൻലാലിന് 5 ഡയലോഗ് കിട്ടിയോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒന്നല്ല, എന്തിനാണ് ഡയലോഗ്? ആക്ഷൻ മാത്രം മതിയില്ലേ? ഇപ്പോഴെൻ്റെ ഇളയ മോൻ അതിലത്തെ എന്താ പറയുക, എമ്പുരാൻ്റെ സ്റ്റൈലൊക്കെ കാട്ടിയിട്ടുണ്ട് നടക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായി. മോഹൻലാൽ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, പറയാൻ വാക്കുകളില്ല. ഓരോ നടന്മാരും, എന്തിന് നമ്മുടെ ബൈജുവിൻ്റെ വരെ റോള് ഇത്ര സൂപ്പർ. എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. ഓരോരുത്തരുടെ അഭിനയം സൂപ്പറായിട്ടുണ്ട്. പിന്നെ മഞ്ജു വാര്യരെ പറ്റി പറയാനില്ലല്ലോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. നമ്മളുടെയൊക്കെ ഒരു റോൾ മോഡലാണ് അവർ. പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ടോവിനോ തകർത്തു, എല്ലാവരും തകർത്ത് അഭിനയിച്ചു കേട്ടോ. മോഹൻലാലിൻ്റെ ഓരോ വരവുണ്ടല്ലോ, കാണേണ്ടതായിരുന്നു. തിയേറ്റർ മുഴുവൻ ആൾക്കാരില്ലേ, ഓളിട്ട് കൂകി വിളിച്ച്, എന്താ പറയുക, നമ്മളൊരു വേറെ ലോകത്തായിരുന്നു. ഇനി പറയാൻ വാക്കുകളില്ല. അപ്പോൾ കാണാത്തവരെല്ലാവരും പോയി കാണണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ സിനിമയിൽ നല്ല സൂപ്പറായിട്ട് 2-3 ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ഇനി അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അടുത്തതിലേക്കുള്ളൊരു ട്വിസ്റ്റ് അവരിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.